ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, ആകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈ വചനം നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഈശോയുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര ശാന്തത, അതോടൊപ്പം തന്നെ എളിമ. വിനീത ഹൃദയനാണ് എന്ന് പറയുമ്പോൾ എളിമ എന്ന ആ ഒരു പുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയാൻ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന എന്ത് സവിശേഷതയാണ് നമുക്കുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്ത് സവിശേഷതയാണ് എനിക്കുള്ളത്? ഇപ്പോൾ സ്നേഹിക്കുവാനായിട്ടുള്ള, അല്ലെങ്കിൽ കരുതുവാനായിട്ടുള്ള, ക്ഷമിക്കുവാനായിട്ടുള്ള, മറ്റുള്ളവരുടെ വേദനയിൽ അവരോടൊപ്പം ചേർന്ന് ആ വേദനയിൽ ആശ്വസിപ്പിക്കുവാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. ആ ഒരു മേഖലയെ പ്രത്യേകമായിട്ട് ഈശോ നമ്മുടെ മുന്നിലേക്ക് ഉയർത്തുകയാണ്. എന്ത് സവിശേഷതയാണ് നിനക്കുള്ളത്? എനിക്ക് ഇന്ന സവിശേഷതകളുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് സവിശേഷതയാണ് നമുക്കുള്ളത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അവിടെ പിന്നെ ഈശോ പറയുന്നു, എന്നിൽ നിന്ന് പഠിക്കുക. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈശോ പറയുന്നു, എന്നിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ ദൈവജനം അകന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാകണം ഈശോ ഇപ്രകാരം എന്നിൽ നിന്ന് പഠിക്കുന്നത്. കാരണം ഈ അറിവേറുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ടുള്ള സാധ്യതകളും അല്ലെങ്കിൽ ഒരു വശത്തായിട്ട് അതിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ ദൈവത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ദൈവീയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവീയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് വിരസത തോന്നുന്നുണ്ടോ? ദൈവീയ കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം തിരികെ വരുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ് എന്നിൽ നിന്ന് പഠിക്കുക, ഈശോയിൽ നിന്ന് പഠിക്കുക. ആ ഒരു മേഖലയെ നമ്മൾ കുറെ കൂടി സീരിയസ് ആയിട്ട് കാണുവാനായിട്ട് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹിക്കുവാനായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു വേദന ഒരിക്കലും ദൈവം തരത്തില്ല. നിങ്ങൾക്ക് നൽകുന്ന ചെറിയ ചെറിയ മുള്ളുകളെ അല്ലെങ്കിൽ നുഖങ്ങളെ നിങ്ങൾ വഹിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന, ഈ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ചെറിയ ചെറിയ വേദനകളെ പരിഭവപ്പെടാതെ, പരാതിപ്പെടാതെ അത് ക്ഷമിക്കുവാനായിട്ട്, അത് ഉൾക്കൊള്ളുവാനായിട്ട്, അത് ഏറ്റെടുക്കുവാനായിട്ട്, അത് സ്നേഹപൂർവ്വം ആ ജീവിതാവസ്ഥയെ ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ദൈവാനുഗ്രഹം ലഭിക്കണോ ഈ വേദനകളിലൂടെ നമ്മൾ കടന്നുപോയാൽ മതിയാവും. ഈശോ ഉചിതനായതിനു മുമ്പ് കുരിശുമരണത്തിലൂടെ കടന്നുപോയതിന് ശേഷമാണ് ഉയർക്കുന്നത്. ആ ഒരു ഉദ്ധാനത്തിന് മുന്നോടിയായിട്ട് ഒരു സഹനം കടന്നു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും ഉയർത്തെഴുന്നേൽപ്പിന് കടന്നു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന നിറഞ്ഞ ഒരു അനുഭവം, ഒരു കാലഘട്ടം എപ്പോഴും കാണും. അത് നമ്മുടെ ജീവിതത്തിന് നല്ലതിന് വേണ്ടിയാണ്. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ട് വേണം നമ്മൾ ഈ വേദനകളെ കാണുവാനായിട്ട്. ആ ഒരു മേഖലയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ വചനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് സഹിക്കാവുന്നതിലപ്പുറം വേദന ഒരിക്കലും ദൈവം ഒരാൾക്ക് നൽകത്തില്ല. കാരണം നിങ്ങളിപ്പോൾ അതികഠിനമായിട്ടുള്ള ചില വേദനകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് രോഗമാകട്ടെ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാകട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, പരാജയങ്ങളാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങളെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ചില, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില വേദനകളോടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് സഹിക്കുവാൻ അത്രമാത്രം കഴിവുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ആ ഒരു മേഖല നിങ്ങൾക്ക് തരുന്നത്. ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഒരു വേദന ഒരിക്കലും ദൈവം തരത്തില്ല. അപ്പോൾ അതിൽ പ്രാർത്ഥിച്ചതുപോലെയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഈശോയെ, നിൻ്റെ സഹനങ്ങളോട് പങ്കുചേരുവാനായിട്ട് കൃപ നൽകിയതിന്, നിൻ്റെ കുരിശോട് ചേർത്ത് സഹിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നൽകിയതിന് നന്ദി എന്ന ആ പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. കൂടുതൽ ദൈവാനുഗ്രഹം നമുക്കുണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ.